മുല്ലപ്പെരിയാർ ഡാം പൊട്ടിയാൽ കേരളത്തിലെ 4 ജില്ലകൾ ഒലിച്ചു പോകുമെന്നും അറബിക്കടൽ ഇളകിമറിയുമെന്നുമൊക്കെയാണ് നിലവിലെ പ്രചാരണം. എന്നാൽ 443 MCM മാത്രം സ്റ്റോറേജുള്ള ഡാമിന് 20 ലക്ഷം പേരെ കൊല്ലാനും ജില്ലകളെ കടലൊഴുക്കാനുമൊന്നും കഴിയില്ല എന്നതാണ് സത്യം. ഈ ഡാം തകർന്നാൽ പെരിയാറിന്റെ കരകളിലും അതിന്റെ കൈവഴികളിലുമാണ് വെള്ളം ഉയരുകയും അപകടങ്ങൾ ഉണ്ടാവുകയും ചെയ്യുക. ഈ വ്യാജ പ്രചരണങ്ങളിൽ മുല്ലപ്പെരിയാറിന് താഴെ താമസിക്കുന്നവരും പെരിയാറിന്റെ തീരത്തുള്ളവരുമൊക്കെ വളരെയേറെ പേടിക്കാനിടയാകുന്നുണ്ട്. മാത്രമല്ല, ഡാം സുരക്ഷിതമല്ല എന്ന് ഒരു പരിശോധനയിലും തെളിഞ്ഞിട്ടില്ല എന്നതിനാൽ ഇന്നത്തെ വീഡിയോയിൽ മുല്ലപ്പെരിയാർ ഡാമിനെ പറ്റിയുള്ള വസ്തുതകൾ നമുക്കൊന്ന് നോക്കാൻ ശ്രമിക്കാം. ചരിത്രങ്ങൾ പ്രകാരം ബ്രിട്ടീഷുകാരുടെ ആവശ്യപ്രകാരം തിരുവിതാംകൂർ രാജാവായ വിശാഖം തിരുനാൾ രാമവർമ്മയും മദ്രാസ് പ്രൊവിൻസും തമ്മിൽ 1886 ഒക്ടോബർ 29 ഒരു കരാർ ഒപ്പിടുകയും തിരുവിതാംകൂറിന് കീഴിലുള്ള 8100 ഏക്കർ വനഭൂമി മദ്രാസ് പ്രൊവിൻസിന് 999 വർഷത്തേക്ക് നൽകാനും ധാരണയാകുന്നു. പെരിയാർ ലീസ് ഡീഡ് അനുസരിച്ചുള്ള ഈ വനഭൂമിയിൽ ജലസേചന ആവശ്യത്തിനായി ഒരു തടയണ കെട്ടാനായി 1874 മദ്രാസ് ചീഫ് എഞ്ചിനീയറായ ജോൺ വാക്കർ പെനികുക്കിനെയും ആർ സ്മിത്തിനെയും നിയമിച്ചു. ഇന്ന് തമിഴ്നാട് അതിർത്തി പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്ന ശിവഗിരി കുന്നിൽ നിന്നും ഉത്ഭവിക്കുന്ന പെരിയാറിന്റെ പോഷക നദികൾ ഈ വനഭൂമിയിലൂടെയാണ് ഒഴുകിയെത്തുന്നത്. 5398 ചതുരശ്ര കിലോമീറ്റർ വൃഷ്ടിപ്രദേശമുള്ള പെരിയാറിന്റെ ജലസമൃദ്ധി തിരിച്ചറിഞ്ഞ പെനികുക്ക് കൃത്രിമ തടാകം നിർമ്മിക്കാനുള്ള അനുയോജ്യമായ സ്ഥലം നിശ്ചയിച്ച് 1882 ഡാമിന്റെ ഡിസൈൻ സമർപ്പിക്കുന്നു. 1887-95 കാലയളവിൽ ഡാം നിർമ്മിക്കുകയും കമ്മീഷൻ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. ഡാമിന്റെ നിർമ്മാണ കാലഘട്ടത്തിൽ സിമന്റ് പ്രചാരണത്തിലില്ലാതിരുന്നതിനാൽ ലോകത്ത് സുർക്കി, ലൈം, മണ്ണ് മിശ്രിതങ്ങളാണ് കല്ല് വെച്ച് കെട്ടാൻ ബെൻഡിംഗ് മിശ്രിതമായി ഉപയോഗിച്ചിരുന്നത്. 1925 പേറ്റന്റ് കിട്ടിയെങ്കിലും വ്യാവസായിക അടിസ്ഥാനത്തിൽ സിമന്റ് നിർമ്മാണം തുടങ്ങാൻ പിന്നെയും വർഷങ്ങളെടുത്തു. ഇഷ്ടികപ്പൊടി ചൂടാക്കിയെടുത്ത മിശ്രിതത്തെയാണ് സുർക്കി എന്ന് പറയുന്നത്. 2:1:3 എന്ന അനുപാതത്തിൽ യഥാക്രമം ചുണ്ണാമ്പും സുർക്കിയും മണലും വെള്ളവുമായി ചേർത്തതാണ് ഈ ബെൻഡിംഗ് മിശ്രിതം. സിമെന്റിനായാലും സുർക്കി ലൈം മിശ്രിതത്തിനായാലും അതിൻ്റെതായ ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. എന്തൊക്കെയായാലും പാറക്കല്ലുകൾ സുർക്കി ലൈം മിശ്രിതം ഉപയോഗിച്ച് കെട്ടിയെടുത്തതാണ് മുല്ലപ്പെരിയാർ ഡാം. യഥാർത്ഥത്തിൽ 2 ഡാമുകളാണ് പെരിയാർ പ്രോജക്റ്റിന്റെ ഭാഗമായുള്ളത്. അതായത് മുല്ലപ്പെരിയാർ എന്ന് നമ്മൾ വിളിക്കുന്ന മെയിൻ ഡാമും തൊട്ടടുത്തായി നിലനിൽക്കുന്ന ബേബി ഡാമും. ഇത് രണ്ടും കൂടി ചേർന്ന് മുല്ലപ്പെരിയാർ റിസർവോയർ രൂപം കൊള്ളുന്നു. മെയിൻ ഡാമിന് 366 മീറ്റർ നീളവും 53.64 മീറ്റർ പരമാവധി ഉയരവും മുകൾ ഭാഗത്ത് 6.4 മീറ്റർ വീതിയുമുണ്ട്. അതേസമയം ബേബി ഡാമിന് 73.15 മീറ്റർ നീളവും 16.15 മീറ്റർ പരമാവധി ഉയരവുമുണ്ട്. ഇവയുടെ മാക്സിമം വാട്ടർ ലെവൽ 155 അടി, ഫുൾ റിസർവോയർ ലെവൽ 152 അടി, വൃഷ്ടിപ്രദേശം 624 ചതുരശ്ര കിലോമീറ്റർ എന്നിവയാണെങ്കിലും ഇപ്പോൾ അനുവദനീയമായ പരമാവധി ജലനിരപ്പ് 142 അടി മാത്രമാണ്. റിസർവോയറിൽ 106.5 അടിയിൽ ടണൽ സ്ഥാപിച്ച് ഇതിലെ വെള്ളം തമിഴ്നാട് വൈദ്യുത നിർമ്മാണത്തിനും ജലസേചനാവശ്യങ്ങൾക്കുമായി ഉപയോഗിച്ചു വരുന്നു. വേനൽക്കാലത്ത് വറ്റിവരണ്ടു പോകുന്ന വൈഗൈ നദിയുടെ ജീവൻ നിലനിർത്തുന്നതും മുല്ലപ്പെരിയാറിലെ വെള്ളമാണ്. അതോടൊപ്പം 68,558 ഹെക്ടർ കൃഷിഭൂമിയിലേക്ക് തമിഴ്നാട് ഈ വെള്ളം ഉപയോഗിക്കുന്നുമുണ്ട്. ഡാമിന്റെ സ്പിൽവേ സ്ഥിതി ചെയ്യുന്നത് ഡാം സ്ട്രക്ചറിലല്ല എന്നത് ഈ പ്രോജക്റ്റിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അതോടൊപ്പം ആകെ 13 ഷട്ടറുകളാണ് നിലവിലുള്ളത് എന്നതിനാൽ 8000 ക്യുമെക്സിലധികം വെള്ളത്തെ കൈകാര്യം ചെയ്യാൻ ഈ സ്പിൽവേക്ക് കഴിയും. നിർമ്മിക്കുമ്പോൾ ഇത് സുർക്കി മിശ്രിതം ഉപയോഗിച്ചുള്ള ഒരു മാസണറി ഡാം ആയിരുന്നുവെങ്കിലും അതിന്റെ കാലാകാലമായുള്ള പുനരുദ്ധാരണത്തിലൂടെ ഇന്നത് സംഭരണിയിലെ ജലത്തിന്റെ ഭാഗത്ത് ലൈം സുർക്കി കോൺക്രീറ്റ് റബ്ബിൾ മാസണറിയും അതിന്റെ ഡൗൺ സ്ട്രീമിലേക്ക് ഗ്രൗട്ടഡ് ഓപ്പൺ ജോയിൻസും 10 മീറ്റർ വീതിയുള്ള കോൺക്രീറ്റ് ബാക്കിങ്ങുമുള്ള കോമ്പോസിറ്റ് ഹെട്രോജീനിയസ് സ്ട്രക്ചറായി മുല്ലപ്പെരിയാർ മാറിയിട്ടുണ്ട്. ഇത് പഴക്കത്തെയും സുരക്ഷയും സംബന്ധിച്ചുള്ള എല്ലാ ആശങ്കകളെയും ആരോപണത്തെയും റദ്ദു ചെയ്തു കളയുന്നു. ഇന്ത്യയിൽ ബ്രിട്ടീഷ് ഭരണം അവസാനിക്കുകയും സംസ്ഥാനം പുനഃസംഘടിതമാവുകയും ചെയ്തതോടെ തിരുവിതാംകൂറും മദ്രാസ് പ്രൊവിൻസും ഒപ്പുവെച്ച പെരിയാർ കരാർ ഇല്ലാതാകുമെന്ന ഭയത്താലും കരാർ പുതുക്കേണ്ടത് അനിവാര്യമായതിനാലും തമിഴ്നാട് പലതവണയായി കേരള സർക്കാരുമായി ചർച്ച നടത്തുകയുണ്ടായി. എന്നാൽ പല ചർച്ചകളും സമവായത്തിലെത്താതെ പരാജയപ്പെട്ടു. എന്നാൽ പിന്നീട് 1970 ചില നിബന്ധനകളോടെ അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന സി അച്യുത മേനോൻ കരാർ പുതുക്കി ഒപ്പുചേർത്തുന്നു. എന്നാൽ അതിനു മുൻപേ തന്നെ മുല്ലപ്പെരിയാർ ഡാമിനെ സംബന്ധിച്ച് ആശങ്കയും പേടിയും കേരളത്തിനുണ്ടായിരുന്നു. അങ്ങനെ പതുക്കെ അഭ്യൂഹങ്ങളിലൂടെയും രാഷ്ട്രീയ വിവാദങ്ങളിലൂടെയും മുല്ലപ്പെരിയാർ വിവാദം വികാരഭരിതമാകാൻ തുടങ്ങി. 1990-ലും 2000-ലും തമിഴ്നാടും കേരളവും തമ്മിൽ വലിയ വാഗ്വാദങ്ങൾ ഉണ്ടാകുന്നു. മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് 136 അടിയാക്കണമെന്നായിരുന്നു കേരളത്തിന്റെ ആവശ്യം. എന്നാൽ തമിഴ്നാട് 142 അടിയിലേക്ക് ഉയർത്തണമെന്ന ആവശ്യത്തിൽ ഉറച്ചുനിന്നു. മുല്ലപ്പെരിയാർ എൻവിറോൺമെന്റൽ പ്രൊട്ടക്ഷൻ ഫോറം 2001 ഒരു റിട്ട് പെറ്റീഷൻ സമർപ്പിക്കുന്നതോടെ അതുവരെ ഉണ്ടായിരുന്ന വിവാദങ്ങൾ നിയമപോരാട്ടത്തിലേക്ക് കടന്നു. ഇതിൽ തമിഴ്നാടും കേരളവും കേസിൽ കക്ഷി ചേർക്കപ്പെടുന്നു. വാദത്തിനും പരിശോധനയ്ക്കും ശേഷം കേന്ദ്ര ജല കമ്മീഷനോട് കോടതി റിപ്പോർട്ട് തേടുന്നു. തുടർന്ന് കേരളവും തമിഴ്നാടും കേന്ദ്ര ജല കമ്മീഷനും അംഗമായ ഒരു കമ്മീഷനെ ഇതിനായി ഏർപ്പെടുത്തുന്നു.
മുല്ലപ്പെരിയാർ ഡാം ഘടനാപരമായും ഭൂമിശാസ്ത്രപരമായും ശക്തമല്ല എന്നും ബ്രിട്ടീഷ് കാലത്തെ കരാർ ഇക്കാലത്ത് നിലനിൽക്കില്ല എന്നും മുല്ലപ്പെരിയാർ ഡാമിൽ വെള്ളമുയർത്തിയാൽ ഗുരുതരമായ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ടാകുമെന്നും മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയർത്തുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിക്ക് ആവശ്യമായ വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ടാക്കുമെന്നിവയായിരുന്നു കേരളത്തിന്റെ കോടതിയിലെ വാദങ്ങൾ. കമ്മീഷനും കോടതിയും കേരളത്തിന്റെ ആശങ്കകൾ ഓരോന്നായി പരിശോധിക്കുകയും ഒന്നിനും അടിസ്ഥാനമില്ലെന്ന് കണ്ടെത്തുകയും ചെയ്യുന്നു. 2006 ഫെബ്രുവരിയിൽ തമിഴ്നാടിന് അനുകൂലമായി സുപ്രീം കോടതിയിൽ നിന്നും താൽക്കാലിക ഉത്തരവുണ്ടാകുന്നു. തമിഴ്നാടിന് 142 അടിയിലേക്ക് വെള്ളം ഉയർത്താൻ അനുമതി ലഭിച്ചതോടെ അതേ വർഷം മാർച്ച് മാസത്തിൽ 2003 കേരള ഇറിഗേഷൻ ആൻഡ് വാട്ടർ കൺസർവേഷൻ ആക്ട് കേരള നിയമസഭ ഭേദഗതി ചെയ്യുകയും സുപ്രീം കോടതി വിധിയെ മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. അതോടെ വിവാദങ്ങളിലും നിയമപോരാട്ടത്തിലും നിന്ന മുല്ലപ്പെരിയാർ 2 സംസ്ഥാനങ്ങൾക്കിടയിലെ അക്രമത്തിലേക്ക് വഴിവെക്കുന്നു. തമിഴ്നാട്ടിൽ KSRTC ബസ് കത്തിക്കുകയും കേരളത്തിലേക്കുള്ള ചരക്ക് ലോറികൾ തടയുകയുമുണ്ടായി. ഇതേസമയം കേരള നിയമസഭ പാസാക്കിയ ഭേദഗതി ഭരണഘടനാ വിരുദ്ധമെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് സുപ്രീം കോടതി തള്ളുകയാണുണ്ടായത്. കേരളം 136 അടിയിൽ ഉറച്ചു നിന്നതോടെ 2010 കോടതി വീണ്ടും ഒരു വിദഗ്ധ കമ്മിറ്റിയെ നിയമിക്കുകയും റിപ്പോർട്ട് ആവശ്യപ്പെടുകയും ചെയ്തു. 2010 സുപ്രീം കോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റിയിൽ ഒരു ചെയർമാനും 2 സാങ്കേതിക വിദഗ്ധരും 2 പ്രതിനിധികളും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായ ഡോക്ടർ AS ആനന്ദ് ചെയർമാനായ കമ്മിറ്റിയിൽ സുപ്രീം കോടതി മുൻ ജഡ്ജും മലയാളിയുമായ KT തോമസ്, സുപ്രീം കോടതി മുൻ ജഡ്ജായ ഡോക്ടർ AR ലക്ഷ്മണൻ, സിവിൽ എഞ്ചിനീയറും ഹൈഡ്രോളജി വിദഗ്ധനുമായ ഡോക്ടർ CD താറ്റെ, ലോകരാജ്യങ്ങളിൽ നിരവധി പദ്ധതികളിൽ പ്രവർത്തിക്കുകയും സെൻട്രൽ വാട്ടർ എഞ്ചിനീയറിംഗ് സർവീസിൽ വൈദഗ്ധ്യം തെളിയിക്കുകയും ചെയ്ത ഡോക്ടർ K മേത്ത എന്നിവരാണ് ഉണ്ടായിരുന്നത്. ഹൈഡ്രോളജിക് സേഫ്റ്റി, സ്ട്രക്ചറൽ സേഫ്റ്റി, സീസ്മിക് സേഫ്റ്റി, കരാറിന്റെ നിലനിൽപ്പ്, കേരളം പാസാക്കിയ ഭേദഗതിയുടെ നിലനിൽപ്പ്, ഡാമിന്റെ പഴക്കത്തെ സംബന്ധിച്ചുള്ള ആശങ്ക എന്നിവയായിരുന്നു എംപവേർഡ് കമ്മിറ്റി പരിശോധിച്ച പ്രധാന വിഷയങ്ങൾ. ഡാം തകർച്ച പ്രധാനമായി നടക്കുന്നത് ബ്രീച്ചിംഗ്, സീപ്പേജ്, സ്ലൈഡിംഗ് എന്നിവ കാരണമാണ്. ഇത്തരം ഡാം ഫെയിലിയറുകൾ സംഭവിക്കുന്ന സാഹചര്യങ്ങളും എഞ്ചിനീയറിംഗ് തിയറികളും ഉപയോഗിച്ച് ഓരോന്നായി കമ്മിറ്റി പഠിക്കുകയുണ്ടായി. കമ്മിറ്റിയുടെ പരിശോധനകളും കണ്ടെത്തലുകളും അനുസരിച്ച് ഡാമിൽ മാക്സിമം വാട്ടർ ലെവലിൽ പെർമിസബിൾ മാക്സിമം ഫ്ലൂയിഡ് ഉണ്ടായാലും പരമാവധി ജലവിധാനത്തേക്കാൾ മുകളിലാണ് ഡാമിന്റെ ടോപ്പ് നിലനിൽക്കുന്നത് എന്നതുകൊണ്ട് ഡാം നിറഞ്ഞു കവിയാനുള്ള സാധ്യതയില്ല. കൂടാതെ പെർമിസബിൾ മാക്സിമം ഫ്ലൂയിഡിനെ കൈകാര്യം ചെയ്യാനാകുന്ന സ്പിൽവേകൾ മുല്ലപ്പെരിയാറിനുണ്ട്. അതുകൊണ്ട് കവിഞ്ഞൊഴുകാനും അതുവഴി ബ്രീച്ചിങ്ങിനുമുള്ള സാധ്യത ഇല്ലാതാകുന്നു. കൂടാതെ മെയിൻ ഡാമിന്റെയും ബേബി ഡാമിന്റെയും ഹൈഡ്രോളജിക് സേഫ്റ്റി 152 അടി വരെയും സുരക്ഷിതമാണ്. ഡാമിന്റെ ജലത്തിന് നേരെയുള്ള ഭാഗത്ത് കാലപ്പഴക്കത്താൽ സുർക്കി മിശ്രിതം സീപ്പേജിന് വിധേയമായി ഒഴുകിപ്പോകുകയും ചെറിയ തോതിലുള്ള തുളകളും മറ്റും കണ്ടെത്തുകയും ചെയ്തു. സുർക്കി മിശ്രിതത്തിന്റെ സീപ്പേജ് തോത് കമ്മിറ്റി ശാസ്ത്രീയമായ രീതിയിൽ കണക്കാക്കുകയും അതിന്റെ ഡാമിന്റെ ശക്തിപ്പെടുത്തൽ നടത്തുന്നത് വരെ 0.006 ക്യുമെക്സും പിന്നീട് 0.002 ക്യുമെക്സുമാണെന്ന് കണ്ടെത്തുകയും ചെയ്തു. 116 വർഷമായി ആകെയുള്ള മിശ്രിതത്തിന്റെ 4% താഴെ മാത്രമേ ഈ ഒഴുകിപ്പോകലിലൂടെ നഷ്ടമായിട്ടുള്ളൂ എന്നും അത് അപകടകരമായ നിരക്കല്ലെന്നും മനസ്സിലാക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് തുടരാതിരിക്കാൻ എപ്പോക്സി പോളിമർ കോട്ടിങ്ങും ചെയ്യാനായുള്ള നിർദ്ദേശവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി ഡാമിന്റെ ജലത്തിന് നേരെയുള്ള ഭാഗത്ത് എപ്പോക്സി പോളിമർ കോട്ടിംഗ് ചെയ്യുകയുണ്ടായി. അതോടൊപ്പം തന്നെ ഡൗൺ സ്ട്രീമിൽ 10 മീറ്റർ വീതിയിൽ കോൺക്രീറ്റ് ചെയ്യുകയും ഗ്യാലറികളും ഡ്രയർ ഹോളുകളും നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട്. ഡാമിന് മുകളിലേക്ക് വന്നിടിക്കുന്ന ജലത്തിന്റെ അപ്ലിഫ്റ്റ് ഫോഴ്സ് ഈ ഡ്രെയിൻ ഹോളിലൂടെ പുറത്തു പോകാൻ സഹായിക്കുന്നു. അതോടൊപ്പം മുല്ലപ്പെരിയാർ ഡാമിലെ എല്ലാ ഉപകരണങ്ങളും കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്നും ആവശ്യമായ ഡേറ്റ നൽകുന്നുണ്ടെന്നും കമ്മിറ്റി പറയുന്നു. ഡാമിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഏതാണ്ട് 95ഓളം കേബിൾ ആങ്കേഴ്സും സ്ഥാപിച്ചിട്ടുണ്ട്. അപകടകരമാകുന്ന ടെർസിൽ സ്ട്രെസ് ഭൂമിയിലേക്ക് കൈമാറുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ കേബിൾ എടുത്ത് പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോൾ 80% പ്രീ സ്ട്രെസ്സും 31 വർഷം മുൻപ്, അതായത് അതിന്റെ പുനരുദ്ധാരണ സമയത്താണ് അനുഭവപ്പെട്ടിട്ടുള്ളത്. അതൊരു നല്ല കാര്യമാണെന്നും വിദഗ്ധ സംഘം ശാസ്ത്രീയമായി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഡാമിന്റെ പ്രധാന മെറ്റീരിയലുകൾ തുറന്നെടുത്ത് NDT ടെസ്റ്റ് നടത്തുകയും ഡാം നിർമ്മാണത്തിന് ഉപയോഗിച്ചവ ഇപ്പോഴും സുരക്ഷിതമാണെന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. വിവാദങ്ങളിൽ പറയപ്പെടുന്നത് പോലെയുള്ള നിയന്ത്രണ വിധേയമല്ലാത്ത സീപ്പേജ്, വലിയ വിണ്ട് കീറലുകൾ, ഡാം മെറ്റീരിയലുകളുടെ സ്ഥാനാന്തരം, ചലനവും തുടങ്ങിയ ഒരു പ്രശ്നവും ഡാമിനില്ല. നിലവിലുള്ള സീപ്പേജുകളും ചെറിയ വിള്ളലും അനുവദനീയമായ അളവിൽ മാത്രമാണെന്നും ഡാമിന്റെ റിപ്പയറിംഗിലൂടെ ഇത്തരം കാര്യങ്ങൾ പരിഹരിക്കാറുള്ളതാണെന്നും അത് അപകടമുണ്ടാക്കില്ല എന്നും കമ്മിറ്റി തെളിയിക്കുന്നുണ്ട്. അതോടൊപ്പം കമ്മിറ്റി 2 ആൾട്ടർനേറ്റീവ് പദ്ധതിയും മുന്നോട്ട് വയ്ക്കുന്നു. ഒന്നെങ്കിൽ കേരളത്തിന് ആവശ്യമുണ്ടെങ്കിൽ സ്വന്തം ചെലവിൽ പുതിയ ഡാം പണിയാം. രണ്ടാമത്തേത് മുല്ലപ്പെരിയാറിലെ ഡെഡ് സ്റ്റോറേജ് കൂടി ഉപയോഗിക്കാനായി 50 ഫീറ്റ് ഉയരത്തിൽ ഒരു ടണൽ കൂടി സ്ഥാപിക്കാമോ എന്ന് പഠിച്ച് അതിനുള്ള നടപടികൾ ചെയ്യുക എന്നും വ്യക്തമാക്കുന്നു. ഇപ്പോൾ കേരളത്തിലും തമിഴ്നാട്ടിലും അലയടിക്കുന്ന വിവാദത്തിന് കാരണം മലയാളം യൂട്യൂബ് ചാനലുകളിൽ വരുന്ന ഡാം എന്തായാലും പൊട്ടുമെന്ന രീതിയിലുള്ള വീഡിയോകളാണ്. ഇത് മുല്ലപ്പെരിയാർ 136 അടി മുകളിലേക്ക് പോകുന്ന സാഹചര്യത്തെ ഭീതിയായും ആശങ്കയായും പടർത്തിയെടുക്കുന്നു.
കേരളത്തിലെ പ്രമുഖ സിനിമാ താരങ്ങളും മുല്ലപ്പെരിയാർ ഡീകമ്മീഷൻ ചെയ്യണമെന്ന ഹാഷ്ടാഗുമായി പ്രതികരിച്ചതോടെ തമിഴ്നാട്ടിൽ മലയാളത്തിലെ ഈ നടന്മാരുടെ കോലം കത്തിക്കലും ഇടുക്കിയെ തമിഴ്നാടിനോട് ചേർക്കണമെന്ന രീതിയിലൊക്കെ പ്രതിഷേധവും നടന്നു വന്നിരുന്നു. കേരളത്തിലെ 4 ജില്ലകൾ ഒലിച്ചു പോകുമെന്നും അറബിക്കടൽ ഇളകിമറിയുമെന്നുമൊക്കെയാണ് ഈ വീഡിയോയിലെ പ്രചാരണം. എന്നാൽ 443 MCM മാത്രം സ്റ്റോറേജുള്ള ഡാമിന് 20 ലക്ഷം പേരെ കൊല്ലാനും ജില്ലകളെ കടലൊഴുക്കാനും ഒന്നും കഴിയില്ല എന്നതാണ് സത്യം. ഡാം തകർന്നാൽ പെരിയാറിന്റെ കരകളിലും അതിന്റെ കൈവഴികളിലുമാണ് വെള്ളം ഉയരുകയും അപകടങ്ങൾ ഉണ്ടാകുകയും ചെയ്യുക. ഈ വ്യാജ പ്രചാരണങ്ങളിൽ മുല്ലപ്പെരിയാറിന് താഴെ താമസിക്കുന്നവരും പെരിയാറിന്റെ തീരത്തുള്ളവരുമൊക്കെ വളരെയേറെ പേടിക്കാനിടയാകുന്നുണ്ട്. എന്നാൽ ഇന്ത്യയിൽ ഇത്രയേറെ സുരക്ഷാ പരിശോധനയും പരീക്ഷണവും നടന്ന വേറെ ഡാമുകളുണ്ടോ എന്നത് തന്നെ സംശയമാണ്. നിലവിൽ ഉന്നയിക്കപ്പെടുന്ന പ്രധാന വിവാദം ഡാമിന്റെ പഴക്കത്തെ സംബന്ധിച്ചാണ്. UN റിപ്പോർട്ടിൽ 50 വർഷം കാലയളവുള്ള ഡാമാണ് മുല്ലപ്പെരിയാർ എന്നും അതിപ്പോൾ 100 വർഷത്തിലേറെ കഴിഞ്ഞുവെന്നും അതിനാൽ ഇത് ഡീകമ്മീഷൻ ചെയ്യണമെന്നും ആവശ്യപ്പെടുന്നതായി കാണാം. എന്നാൽ ഡീകമ്മീഷൻ ചെയ്യാൻ മാത്രം ഡാമിന് സുരക്ഷാ പ്രശ്നമുള്ളതായി ആ റിപ്പോർട്ടിലെങ്ങും വിവരിക്കുകയും അതിനാവശ്യമായ പഠനത്തിന് തെളിവുകൾ നിരത്തുകയും ചെയ്തിട്ടില്ല എന്നതും UNന്റെ റിപ്പോർട്ടിനെ അപ്രസക്തമാക്കി തീർക്കുന്നു. എങ്കിലും പഴക്കത്തെ സംബന്ധിച്ചുള്ള ആശങ്കകൾ വൻതോതിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അതിനുള്ള വ്യക്തമായ നിർവചനവും ഉത്തരവും സുപ്രീംകോടതി നിയമിച്ച എംപവേർഡ് കമ്മിറ്റി നൽകുന്നുണ്ട്. ഒരു ഡാമിന്റെ കാലാവധി എന്നത് അതിന്റെ മെയിൻ്റനൻസിലും തുടർച്ചയായ റിപ്പയറിംഗിലും പുനരുദ്ധാരണത്തെയും ആശ്രയിച്ചാണ്. അതായത് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയും പുനരുദ്ധാരണം നടത്തുകയും ചെയ്താൽ ഡാമിന്റെ ലൈഫ് എന്നത് 50ഉം 100 വർഷത്തിലും ഒന്നും തീരില്ല എന്നർത്ഥം. കേരളം മുന്നോട്ട് വെച്ച ഡാമിന്റെ ബലക്ഷയം, പരിസ്ഥിതി പ്രശ്നം, വെള്ളം കിട്ടുന്നില്ല എന്ന പരാതി, കരാറിനെ സംബന്ധിച്ച പരാതിയെല്ലാം ഇന്ത്യയുടെ പരമോന്നത കോടതി നിരൂപാധികം തള്ളിയ വിഷയമാണ് എന്നതാണ് വസ്തുത. കേരളത്തിന്റെ ബാലിശമായ വാദങ്ങൾ പറഞ്ഞുകൊണ്ട് തൽപരകക്ഷികളും രാഷ്ട്രീയക്കാരും നടത്തിയ പ്രചാരണങ്ങൾ ഇന്നും ഒരുപാട് മനുഷ്യരുടെ ഉറക്കം കെടുത്തുന്നുണ്ട്. അത് ഇനിയെങ്കിലും ഇല്ലാതാകേണ്ടത് അനിവാര്യമാകുന്നു എന്നതാണ് ഈ വീഡിയോ വഴി ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്.